കൊട്ടിയൂർ പീഡനക്കേസിൽ പ്രതി റോബിൻ വടക്കംചേരി വിദേശത്തേക്ക് കയറ്റി അയച്ചത് ദരിദ്ര കുടുംബത്തിലെ 20 പെൺകുട്ടികളെ. ഇവർ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടോ എന്നും സംശയം. ലൈംഗിക പീഡനത്തിന് ഇവർ ഇരയായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. അതേസമയം റിമാൻഡിലായ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ചേരുന്നു. ജോഷില, നേരത്തെ തന്നെ പല വിധത്തിലുമുള്ള അനധികൃതമായ പ്രമുഖരുടെ ഇടപെടൽ, പല സ്ഥാപനങ്ങളുടെയും സഹായം ഒക്കെയും ഈ പള്ളി വികാരിയുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തെത്തുന്നത്? കൊട്ടിയൂരിൽ പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ ഫാദർ റോബിൻ വടക്കാഞ്ചേരിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 20 പെൺകുട്ടികളെ ഇയാൾ വിദേശത്തേക്ക് കടത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഇവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കി എന്ന സംശയവും പോലീസിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം 2 ദിവസത്തിനകം ഇദ്ദേഹത്തെ റോബിൻ വടക്കഞ്ചേരിയെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഈ പ്രശ്നം ഒത്തുതീർക്കാനായി രക്ഷിതാക്കൾക്ക് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് ഇടവകയിലെ പല പ്രമുഖരും പങ്കെടുത്ത ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വാഗ്ദാനം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം ഒളിച്ചുവെക്കുന്നതിനായി പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് 10 ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനം ചില ഇടവകയിലെ പ്രമുഖരടക്കം പങ്കെടുത്ത ചർച്ചയിലാണ് നടത്തിയത് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രമുഖരിലേക്കും അന്വേഷണം നീളുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ണികൾക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ക്രിസ്തുരാജ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചില പ്രമുഖരായ ആളുകൾ, ഇടവകയിലെ പ്രമുഖരായ ആളുകൾക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ട്, നേരത്തെ അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൂടുതൽ നീണ്ടുപോകും. അന്വേഷണവുമായി ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം കൂടുതൽ നീണ്ടുപോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 2 ദിവസത്തിനകം പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അജിംഷാദ്, അതായത് ഈ പള്ളി വികാരിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളാണ് പുറത്തത്തിൽ. 20 പെൺകുട്ടികളെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. അത് നിയമപരമായിട്ടാണോ? അവിടെ ലൈംഗികമായ ചൂഷണങ്ങൾ അനധികൃതമായി ഇതോടൊപ്പം നടന്നിട്ടുണ്ടോ? ഇതൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. ഒപ്പം 16-കാരിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാഗ്ദാനം പ്രമുഖർ പങ്കെടുത്ത ചർച്ചയിൽ മാതാപിതാക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ 10 ലക്ഷം വാഗ്ദാനം ചെയ്തത്, ഇതൊക്കെ പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നോ? സമഗ്രമായിട്ടാണോ? തീർച്ചയായും അജിംഷാ, സമഗ്രമായ രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം കൊണ്ടുപോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇടവകയിൽ ഏതൊക്കെ പ്രമുഖരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്, ഈ കുടുംബവുമായി ചർച്ച ചെയ്യുന്നതിന് ഇവരുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് ഈ സംഭവത്തെ മറച്ചുവെക്കുന്നതിനായി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ കുടുംബത്തെ ആകെ തന്നെ ഈ സംഭവം പുറത്തു വരാതിരിക്കാനായി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സമ്മർദ്ദം പെൺകുട്ടിയുടെ മേലും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ മേലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. കാരണം പെൺകുട്ടി നേരത്തെ സ്വന്തം പിതാവിന്റെ പേര് പറയാൻ തയ്യാറായിരുന്നു. ഇതിന് ആരാണ് പ്രേരിപ്പിച്ചത്? ഏറ്റവും നീചമായ ഒരു കാര്യമാണ് പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും പേര് മറച്ചുവെക്കാൻ, യഥാർത്ഥത്തിൽ കുറ്റവാളി ആരാണെന്ന പേര് മറച്ചുവെക്കാനുണ്ടായ സമ്മർദ്ദം അത് ഏത് തട്ടിൽ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മറച്ചുവെക്കാൻ തയ്യാറായിട്ടുള്ളത്? ഇതിനിടയിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായും അന്വേഷണ സംഘം അന്വേഷണത്തിന് വിധേയമാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടിയെ കടത്തുന്ന കാര്യം, പ്രസവിച്ച ഉടൻ നവജാത ശിശുവിനെ വൈത്തിരിയിലേക്ക് കടത്തി. ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്? ഈ രഹസ്യമായ സംഭവത്തിന് ഇത്രയും രഹസ്യമായി കുട്ടിയെ പ്രസവിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ഉടനെ തന്നെ നവജാത ശിശുവിനെ വൈത്തിരിയിലേക്ക് മാറ്റുകയും ചെയ്ത സംഭവത്തിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസ് അന്വേഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രമുഖരായ ആളുകളും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയ ആളുകളും അടക്കം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടിയൂർ 16-കാരി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണവുമായി പോലീസിന്റെ ഒക്കെ വിവരങ്ങളാണ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് ജോഷില ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.